പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ വളരെ രസകരമായ ഒരു സാക്ഷ്യം ഇവിടെ ഒരു സഹോദരി പറഞ്ഞു. അത് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഓർത്തു വരാൻ കാരണം ആ രീതികൾ വിശ്വാസത്തിൻ്റെ ഒരു രീതിയാണ്. അതായത് ഒരു മോള് സാക്ഷ്യം പറഞ്ഞ ഇതാണ്, അവളുടെ അപ്പൻ ഭയങ്കരമായിട്ട് പുകവലിക്കണയാളാണ്, പക്ഷെ നല്ല മനുഷ്യനാണ്. അപ്പം ഈ പുകവലി അവിടെ അവർക്കൊരു പൊടിക്കുഞ്ഞുണ്ട്. അപ്പോൾ ഈ പുകവലിക്കണ കാരണം കുഞ്ഞിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കുഞ്ഞ് തുമ്മാനും ചുമക്കാനും ഒക്കെ തുടങ്ങും. അപ്പം അതിൻ്റെ കുഞ്ഞ് ശ്വാസകോശത്തിലേക്കല്ലേ ഈ പുക ചെല്ലണ കാരണം അവൾക്ക് അപ്പനോട് പറയും, പക്ഷെ അപ്പനത് കേൾക്കുകയും ചെയ്യും. പക്ഷെ പിന്നെ രാത്രിയാകുമ്പോൾ പ്രശ്നമാവും. എന്താ, രാത്രി പുറത്തേക്ക് പോകാൻ പറ്റും. പകലൊക്കെ അപ്പനോട് പറഞ്ഞ അപ്പൻ കുഞ്ഞിനെ അവളെയും പ്രതി പുറത്തേക്ക് പോയിട്ട് വലിച്ചിട്ട് വരും. പക്ഷെ വലിക്കൽ മാറ്റാൻ പറ്റണില്ല, ഭയങ്കര വലിയ. അപ്പോൾ എന്നാ ചെയ്യും? അപ്പൻ രാത്രി വലിക്കാതിരിക്കുമ്പോൾ അപ്പനാകപ്പെടെ മൂടോട്ടായി വല്ല ഡിപ്രഷനായിട്ട് അവസാദമായിട്ടൊക്കെ ഇരിക്കും. അതവർക്ക് സങ്കടമാണ്. പക്ഷേ കുഞ്ഞിനെ രക്ഷിക്കുകയും ചെയ്യണം. അപ്പോൾ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ അവളുടെ നാത്തുവിൻ്റെ രഹസ്യമായിട്ട് പറഞ്ഞു, നീ ചെന്ന് അമ്മയോട് പറഞ്ഞ് ഉടമ്പടി ചെയ്താൽ മതി. അപ്പം ആരോടും പറയാതെ, എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമോ എന്നറിയത്തില്ല, വീട്ടുകാർക്ക് ഉടമ്പടി അറിയത്തില്ലല്ലോ. അറിയാവുന്നവർക്ക് പ്രശ്നമില്ല, അറിയാൻ പാടില്ലാത്ത സമയത്തുള്ള എന്നാ ഉടമ്പടി എങ്ങനെയാണ് ചെയ്യണത്, അതുകൊണ്ട് എന്താണെന്നൊന്നും അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ആരോടും പറയാതെ രഹസ്യമായിട്ടാണ് ഇവിടെ വന്ന് അവർ ഉടമ്പടി ചെയ്തത്. ഉടമ്പടി ചെയ്ത് ഒരു 4-5. അപ്പോൾ ഈ അപ്പായിക്കുള്ള പ്രശ്നം വെച്ചാൽ എനിക്ക് ആ സാക്ഷി ഇഷ്ടപ്പെടുകൊണ്ട് ഞാനിപ്പോൾ അത് പറയാൻ കാര്യം. അപ്പായിക്കുള്ള ഒരു പ്രശ്നം, അപ്പായി എപ്പോഴും ചുമച്ചുകൊണ്ടേയിരിക്കും. അതും ഒരു ഡിസ്റ്റർബൻസ് ആണ് ശരിക്കും. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒരാൾ ചുമച്ചുകൊണ്ടിരിക്കണമെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലേ. അപ്പം അതുപോലെ പക്ഷേ ഒരു 4-5 ദിവസമായിട്ട് അപ്പ ചുമക്കണില്ല. അപ്പം അമ്മയോട് മരുമോൾ ചോദിച്ചു, അമ്മ അപ്പ ഇപ്പം ചുമക്കണില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേ അമ്മ പറഞ്ഞു, അപ്പ നവംബർ 23 പുകവലി നിർത്തി മോളെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവള് കരഞ്ഞു പോയി പെട്ടെന്ന്. കാര്യം എന്താ, നവംബർ 24 ഇവൾ ഉടമ്പടി എടുത്തത്. പക്ഷേ 23 അവൾ തീരുമാനമെടുത്തത്. എന്താണ്? ഉടമ്പടി എടുക്കാമെന്ന്. ആ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനമെടുത്ത ആ സമയത്ത്, കാര്യം നമ്മളുടെ തീരുമാനം, ഇപ്പം നിങ്ങൾ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനം എടുക്കുമ്പോഴേ അമ്മയ്ക്കതറിയാം ശരിക്കും നിങ്ങളത് ചെയ്യുമെന്ന്, സത്യസന്ധമായിട്ട് ചെയ്യും. അപ്പം നിങ്ങൾ ഉടമ്പടി എടുക്കണവരെ അമ്മക്ക് കാത്തിരിക്കേണ്ട കാര്യമില്ല. കാര്യം നിങ്ങളുടെ സത്യസന്ധത അമ്മയ്ക്കറിയാം. ഇത് ഒരു ഗുണവുമാണ് ഒരു ദോഷവുമാണ്. എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദോഷമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉടമ്പടി ഉഴപ്പിയാലും അതാണ്. അത് നിങ്ങളൊന്ന് ആത്മശോധന ചെയ്യണം, നല്ലതായിരിക്കും. ഇപ്പം നിങ്ങൾ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചിട്ട് അമ്മയ്ക്കറിയാം ഇത് കുറച്ച് കഴിയുമ്പോൾ ഉഴപ്പാനുള്ള പരിപാടിയാണ്. ഒന്നുമില്ലെങ്കിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെങ്കിലും ഉഴപ്പും. എന്താ, പ്രത്യക്ഷീകരണ പ്രാർത്ഥന കറക്റ്റ് 6 മണിക്ക് തീരേണ്ടതാണ്. 5:30ക്കും 6 മണിക്കും ഉള്ളിലുള്ള പ്രെയറാണ്. 6:05 അച്ഛൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാര്യം അത് അച്ഛന് തന്നിരിക്കുന്ന ഡിസിഷൻ വിവേചന അധികാരത്തിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാര്യം 5 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ദിവസം ആ പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ തുടങ്ങണത്. നമ്മൾ താമസിച്ച് എഴുന്നേക്കും തോറും പിന്നെ എല്ലാം ഡിസോർഡറാകും. അപ്പം അതുകൊണ്ട് നമ്മൾ ഉടമ്പടി നമ്മുടെ ജീവിതം വരെ ക്രമീകരിക്കും, പുതുതായിട്ട് കൊണ്ടുവരും. ഇപ്പം സാക്ഷ്യം കേൾക്കുമ്പോൾ മനസ്സിലാവത്തില്ലേ, അത്ര കണ്ട് കൃത്യമായിട്ടാണ് അമ്മ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ഇപ്പം വരുന്നൊരു വിഷയമെന്ന് പറയണത്, ഇപ്പം എൻ്റെ മക്കളെ തീരുമാനമാണ് ഒരു പ്രശ്നം. ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ്? തീരുമാനമാണ്. ഉടമ്പടിയും തന്നെയല്ല മക്കളെ, ദൈവാനുഗ്രഹത്തിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു മർമ്മം എന്ന് പറയുന്നത് തീരുമാനമാണ്. തീരുമാനം.
നിങ്ങളൊന്ന് ആത്മശോധന ചെയ്യണം, നല്ലതാണ്. നിങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് എന്താണെന്നറിയാവോ? ഇപ്പോൾ ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കണത് 23-ാം തീയതി, ഉടമ്പടി എടുക്കണത് 24-ാം തീയതി. അപ്പോൾ അവിടെ നിന്നൊരു ഗുണമെന്ന് പറയണത് 23 പറഞ്ഞാലും 24 പറഞ്ഞാലും ഇനി നവംബർ 19 പറഞ്ഞാലും ഭൂതമെന്ന് പറഞ്ഞാലും വർത്തമാനം എന്ന് പറഞ്ഞാലും ഭാവി എന്ന് പറഞ്ഞാലും അമ്മയ്ക്ക് ഒരേ സമയമാണ്. അമ്മയ്ക്ക് തന്നെയല്ല, ദൈവത്തിന് ഒരേ സമയമാണ്. എന്താ കാര്യം? ദൈവത്തിന് ഭൂതമില്ല, ഭാവിയുമില്ല, വർത്തമാനത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നീ ഒരു തീരുമാനം എടുത്താൽ അത് മുൻകാല പ്രാബല്യത്തോടെയാണ് നടപ്പിൽ വരുന്നത്. അതെപ്പോഴും ഓർക്കണത്. കാര്യം ദൈവത്തിന് ഭൂതമില്ലാത്ത കൊണ്ടാണ് വരണത്. ഇപ്പോൾ ഒരു തീരുമാനം നീ എടുത്തെന്ന് വിചാരിച്ചു. ഇപ്പം നിൻ്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ നിനക്കിപ്പോൾ ഒരു അനുതാപം ഉണ്ടായി, കാര്യം നിനക്കൊരു അബോർഷൻ സംഭവിച്ചെന്ന് വിചാരിച്ചോ. അപ്പം നീ 5 കൊല്ലം കഴിഞ്ഞാണ് നിനക്കതിന് അനുതാപം ഉണ്ടായത്. കർത്താവിൻ്റെ വചനവും സ്നേഹവും അനുഭവിച്ചപ്പോഴാണ് പണ്ട് 22-ാമത്തെ വയസ്സിലോ 24-ാമത്തെ വയസ്സിലോ ഒരു അബോർഷൻ ഉണ്ടായതിനെക്കുറിച്ച് നിനക്ക് ഈ 52-ാമത്തെ വയസ്സിലാണ് ഒരു അനുതാപം ഉണ്ടായെന്ന് വിചാരിച്ചോ. പക്ഷേ ആ അനുതാപം ആക്ടിവിറ്റി ചെയ്യും. ഇത് പണ്ടത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ദൈവത്തിന് പണ്ടത്തെ കാര്യം ഇല്ലല്ലോ. ദൈവത്തിന് ഒരു സമയമല്ലേ ഉള്ളൂ. അപ്പോൾ നീ അനുദപിക്കുന്നുണ്ടെങ്കിലും ദൈവം പഴയ കാലത്ത് നിൻ്റെ 22-ാമത്തെ വയസ്സിൽ അറിഞ്ഞോ അറിയാതെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് വന്നുപോയ അപരാധത്തിൻ്റെ മേൽ ഇപ്പം നിനക്ക് അനുതാപം ഉണ്ടെങ്കിൽ നിനക്ക് ആന്തരികമായ പാപക്ഷമ ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവമായിട്ട് ബന്ധപ്പെടുമ്പോൾ എപ്പോഴും ദൈവത്തിൻ്റെ സമയത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് അനുതാപം ഉണ്ടാകരുത്. അനുതാപം അറിയാമല്ലോ. അനുതാപം ഒന്നിപ്പോൾ നോൻപ് കാലമാണല്ലേ. അനുതാപം എന്ന് പറഞ്ഞാൽ എന്താ? ഒരാശയമല്ല, സങ്കല്പമല്ല, ഒരു തീരുമാനമാണ്, ഇല്ലേ? ധൂർത്തപുത്രൻ എന്നാ ഒരു തീരുമാനമല്ലേ എടുത്തത്? ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകും എന്നല്ല തീരുമാനിച്ചത്. പക്ഷെ പോകും എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഭാവിയാണ്. പക്ഷെ അത് ആക്ടിവേറ്റ് ചെയ്യണത് എന്താ? ദൈവം കൗണ്ട് ചെയ്യണത് എന്താണ്? പോയതുപോലെയാണ്. അതാണ് വിഷയം. ഇപ്പോഴേ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം ഒരു 16-15 വാക്യങ്ങൾ വരുമ്പോൾ ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് തന്നെ അവന് പാപക്ഷമയായി. എന്താ കാര്യം? പോകുമെന്ന് പറഞ്ഞാൽ ഭാവി സംഭവിക്കേണ്ട കാര്യമാണ്. ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോഴായിരിക്കും വീട്ടിൻ്റെ പിതാവിൻ്റെ അടുക്കൽ എത്തണത്. പക്ഷേ ഈശോ അത് കൗണ്ട് ചെയ്യണത് അവൻ തീരുമാനമെടുത്ത്. അപ്പം നിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? നിൻ്റെ ഭാവിയല്ല, നിൻ്റെ വർത്തമാനം തന്നെയാണ്. നീ എപ്പോൾ തീരുമാനമെടുക്കുന്നു അപ്പം മുതൽ നിനക്ക് അനുഗ്രഹം തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. നീ അനുതാപ മേഖലയിൽ എപ്പം നീ തീരുമാനം എടുത്തോ, ഇപ്പം സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും. അത് നടക്കാതെ വന്നപ്പോൾ ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിച്ച് വന്ന്. ഇപ്പോൾ ഒരു മകൻ്റെ റാങ്കിങ്ങിനെ കുറിച്ച് പറഞ്ഞതാണ്. കാരണം ഇന്ത്യയിൽ ഒരു സീറ്റേ ഉള്ളൂ. ആ സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ പണം കൊടുക്കാനാണെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കണം. അത് അമ്മയ്ക്കില്ലാത്ത കൊണ്ട്, അവനത് യോഗ്യനാണെന്ന് അമ്മയ്ക്ക് തോന്നിയത് കൊണ്ടും അമ്മ പറഞ്ഞു, ഞാൻ അവൻ്റെ പരീക്ഷ വന്നപ്പോഴേ എല്ലാ തരത്തിലും എന്നെ നവീകരിച്ചു വന്നു. പ്രൈസ് ദി ലോർഡ്. അതല്ലേ അതിൻ്റെ അത് ആ സാക്ഷി എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ഭയങ്കരമായിട്ട്. അത് എല്ലാ തരത്തിലും എന്നെ ഞാൻ അപ്പോൾ അവർ ദൈവത്തെ കണ്ടതുപോലെയാണ്, കാണുന്നത് പോലെയാണ് ആ തീരുമാനം എടുക്കുന്നത്. ക്ഷമിക്കേണ്ട പാട്ട് ക്ഷമിച്ചു, സഹിക്കേണ്ട പാട്ട് സഹിച്ചു. നമുക്കൊക്കെ എന്നാ ഇപ്പോൾ നമുക്ക് സഹിക്കാനൊരു വ്യക്തിയെ കിട്ടുമെന്ന് വിചാരിച്ചോ? ഇല്ലേ? മുൻപ് കാലത്ത് ശ്രദ്ധിക്കണേ, നമുക്ക് സഹിക്കാൻ ഒരു വ്യക്തിയെ കിട്ടിയെന്ന് വിചാരിച്ചോ? അപ്പോൾ നമ്മൾക്ക് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും കൊടുക്കാൻ കിട്ടിയെന്നതിൻ്റെ അർത്ഥം. നമുക്ക് സഹിക്കാൻ ഒരു വ്യക്തി, ചിലപ്പോൾ നിൻ്റെ ഒരു നന്മയും ഒരിക്കലും അംഗീകരിക്കാത്ത വ്യക്തികളുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ അയൽവാസിയാകാം, ചിലപ്പോൾ അമ്മയാകാം, ചിലപ്പോൾ അമ്മയാകാം, ചിലപ്പോൾ മരുമോളാകാം,
അമ്പിനും വില്ലിനും അടുക്കത്തില്ല, ഒന്നും ഏക്കത്തില്ല. നമ്മൾ എത്ര ശംഖ് തുറന്ന് കാണിച്ചാലും പറയും കള്ളത്തമാണെന്ന് പറയും, ഒന്നും അംഗീകരിക്കത്തില്ല. അപ്പോൾ നമുക്ക് ഇവരിത് സകലമായിരിക്കും, ഇത് മരണം വരെ എത്ര കാലമായിരിക്കും, പണ്ടാരും ചത്താൽ മതിയായിരുന്നു എന്ന് അറിയാതെങ്കിലും പ്രാഗി സങ്കടപ്പെട്ടു പോകും. മക്കളെ ഇനി സങ്കടപ്പെടേണ്ട കാര്യമില്ല. എന്താ വെച്ചാൽ എന്തെങ്കിലും ദൈവത്തിൻ്റെ അടുത്ത് വരുമ്പോൾ കർത്താവിന് നമ്മളൊരു നേർച്ച ഉണ്ടാകണം. എന്താ നേർച്ച എന്ന് പറയണത്? കർത്താവ് മാത്രം ഉപയോഗിക്കാൻ പറ്റിയത്. എന്താ കാര്യം? യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങൾ വരുന്ന പോരായ്മ ഞാൻ എൻ്റെ ശരീരത്തിൽ, അങ്ങനെ വചനമില്ലേ? 1 കൊളോസ്യൻസ് 1:24 എന്താ പറയണത്? ഒന്ന് പറഞ്ഞേ. യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളിൽ വരുന്ന പോരായ്മ ഞാൻ എൻ്റെ ശരീരത്തിലെ സംവഹിക്കുന്നു. അപ്പം ശരീരത്തിൽ മാത്രമല്ല മനസ്സിലും സംവഹിക്കാൻ പറ്റും, ഇല്ലേ? ചില വേദനയൊക്കെ മനസ്സിലാണല്ലോ ഉള്ളത്, ശരീരത്തിൽ കാണത്തില്ല. നോക്കിയാൽ ചെറിയായിട്ടും പരിവായിട്ടും ഗുരുവായിട്ടും ഒന്നും കാണത്തില്ല, പക്ഷേ മനസ്സിലും മുറിവായി കിടക്കും. ചിലപ്പോൾ നമ്മളെ താത്തിക്കെട്ടിയതാകാം, ചിലപ്പോൾ നമ്മളെ കൊച്ചാക്കിയതാകാം, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിന് തക്ക സമയത്ത് വട്ടം ചവിട്ടി ഒടിച്ചു കളഞ്ഞതാകാം, ചിലപ്പോൾ നമ്മുടെ ഉയർച്ചയെ കാര്യക്ഷമമായിട്ട് ചില ഒറ്റുവർത്തമാനങ്ങളിലൂടെയും ചില അവഗണനയിലൂടെയും തക്ക സമയത്ത് വേണ്ട തീരുമാനം എടുക്കാഞ്ഞതിൻ്റെ പേരിൽ ചിലർ നിങ്ങൾ ചോദിക്കത്തില്ലേ, ഞാനിന്ന് എവിടെ ഇരിക്കേണ്ടതായിരുന്നു, അപ്പൻ അങ്ങനെ ഒരു തീരുമാനം ഒന്ന് എടുത്തിരുന്നെങ്കിൽ ഇപ്പം അപ്പനും അനുഭവിക്കണില്ലേ? അപ്പന്മാരോടും അമ്മമാരോടൊക്കെ സംസാരിക്കുമ്പോഴേ അന്ന് ഞാൻ ചോദിച്ചതല്ലേ ഒരു ലോൺ എടുക്കാൻ വേണ്ടി പറമ്പൊന്ന് ഈട് വെക്കുവാന്ന്, തന്നില്ല. നിങ്ങൾ തന്നിരുന്നെങ്കിൽ അത് വെച്ച് കയറിപ്പോയിട്ട് എനിക്ക് മറ്റുള്ളവരെയും ഒക്കെ കൈ പിടിച്ച് കൊണ്ടുവരാമായിരുന്നു. അപ്പം നിങ്ങൾക്ക് എന്നെ സംശയമായിരുന്നു, നിങ്ങൾക്ക് അനിയനോടായിരുന്നു സ്നേഹം, നിങ്ങൾക്ക് ചേട്ടനോടായിരുന്നു സ്നേഹമെന്നും പറഞ്ഞ്. മക്കളെ, ഇനി ഈ ഡയലോഗുകളെല്ലാം നിൻ്റെ ഹൃദയത്തിൻ്റെ മുറിവാണ് ഈ കാണിക്കണത്. അപ്പം നീ ചിന്തിക്കണം, ഇനി അമ്മയോട് നീ സംസാരിക്കണ്ട, അങ്ങനെ ഇനി അപ്പനോട് നീ അങ്ങനെ സംസാരിക്കണ്ട, നീ ആരോടും ഇനി അങ്ങനെ സംസാരിക്കണ്ട. നീ സംസാരിക്കേണ്ട ഇത്രയേ ഉള്ളൂ, യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങൾ വരുന്ന പോരായ്മയായിരുന്നു അതെൻ്റെ ഹൃദയത്തിൽ ഞാൻ സംവഹിക്കുന്നു. ഒന്ന് പറഞ്ഞേ. യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളിൽ വന്ന പോരായ്മ എൻ്റെ മനസ്സിൻ്റെ വേദനയായി ഞാൻ സംവഹിച്ച് കർത്താവിന് കാഴ്ചയായി സമർപ്പിക്കുന്നു. കാഴ്ചയായി സമർപ്പിച്ചോ? ഇനി ചോദിക്കരുത്, ഇനി അത് ആവർത്തിക്കരുത്. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആരാധിച്ച് വണങ്ങുന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എൻ്റെ പോരായ്മകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, എൻ്റെ കുറവുകളെ പ്രാർത്ഥിക്കുന്നു. ഞാൻ ആശ വൈക്കത്ത് നിന്നാണ് വരുന്നത്. ആദ്യമായി ഞാൻ അമ്മയ്ക്കും തിരുകുമാരനും നന്ദി പറഞ്ഞുകൊള്ളുന്നു. അമ്മ എനിക്ക് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അത് സാക്ഷ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. 2024 ജനുവരി 7-ാം തീയതിയാണ് ഉടമ്പടി എടുക്കുന്നത്. ഞാനൊരു നേഴ്സാണ്, അസിസ്റ്റൻറ്റ് നേഴ്സാണ്. എൻ്റെ മകന് ഞാൻ പക്ഷെ 15 വർഷമായിട്ട് വീട്ടിൽ ജോലി ചെയ്തിരുന്നു, അല്ലാതെ ഒരു 3.5 വർഷത്തെ എക്സ്പീരിയൻസ് മാത്രമാണ് എനിക്കുണ്ടായിരുന്നത്. ആദ്യമായി എനിക്ക് പറയാനുള്ളത് എൻ്റെ മകന് അമ്മ നൽകിയ അനുഗ്രഹത്തെക്കുറിച്ചിട്ടാണ്. അമ്മ എൻ്റെ മകനെ പൂർണ്ണമായും അനുഗ്രഹിച്ചു. കാരണം 6 വർഷമായിട്ട് അലർജി, ഭയങ്കരമായ സിവിയർ അലർജി ആയിരുന്നു അവനുണ്ടായിരുന്നത്. അതായത് ഫുഡ് അലർജി, ഇറച്ചിയോ മീനോ പാലോ മുട്ടയോ സാധാരണ കുട്ടികൾ കഴിക്കുന്ന ചോക്ലേറ്റുകളോ അങ്ങനെയുള്ള ഒന്നും കഴിക്കാൻ അവന് പറ്റില്ലായിരുന്നു. ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോലും ഞങ്ങൾ ആരും വീട്ടിൽ നിന്ന് പോവില്ലായിരുന്നു. കാരണം
അവിടെ ചെന്ന് കഴിയുമ്പോൾ മറ്റുള്ള കുട്ടികളൊക്കെ കഴിക്കുന്ന കാണുമ്പോൾ അവനും കഴിക്കണമെന്ന് വലിയ ആഗ്രഹം. അപ്പോൾ നമുക്കതൊരു വിഷമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അഥവാ എന്തെങ്കിലും കഴിച്ചാൽ ഒരു മിഠായി എങ്കിലും സ്കൂളിൽ നിന്ന് ഞങ്ങളൊരു കേക്ക് മുറിക്കില്ല, ബർത്ത്ഡേക്ക് അങ്ങനെയൊന്നും ചെയ്യാറില്ല. അപ്പോൾ മറ്റുള്ള കുട്ടികൾ കഴിക്കുന്ന കാണുമ്പോൾ അവന് ഭയങ്കര വിഷമാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഫംഗ്ഷന് പോലും പോവാറില്ലായിരുന്നു. അങ്ങനെ വലിയൊരു അവസ്ഥയിലാണ് കടന്നു പോയിരുന്നത്. ഒരു ദിവസം അവന് ഭയങ്കരമായിട്ട് അലർജി കൂടിയിട്ട് അസ്ഫിക്സിയ, അതായത് SpO2 ഓക്സിജൻ ലെവൽ താഴ്ന്നു പോയിട്ട് അസ്ഫിക്സിയ വന്ന് ഇങ്ങനെ ശ്വാസം വിടാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നുപോയി. ആ സമയത്ത് ഞാൻ പെട്ടെന്ന് മാതാവിൻ്റെ ഉപ്പും തൈലമൊക്കെ എടുത്ത് കുരിശു വരച്ചു. അവനെ ഹോസ്പിറ്റലിൽ ആംബുലൻസിലാണ് കാരിത്താസ് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അപ്പോഴൊക്കെ അവർ പറഞ്ഞത് കുറച്ച് നാൾ, ഒരു 10-12 വയസ്സ് കഴിയുന്നവരെ ഇങ്ങനെ തന്നെ ഉണ്ടാവും, നിങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുക്കാതിരിക്കുക എന്ന് മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളെന്നും ഹോസ്പിറ്റലിലാണ്, മിക്കവാറും അഡ്മിഷനാവും, അവിടെ നിന്ന് തിരിച്ച് ഡിസ്ചാർജായി വീട്ടിൽ പോരും. പിന്നെയും എന്തെങ്കിലും ഒന്ന് കഴിച്ചതിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈവൻ ഒരു കടല, അങ്ങനെയുള്ള ചെറിയ ചെറിയ കടല, പരിപ്പ്, പയർ ഇങ്ങനെയുള്ള സാധനങ്ങളും ഒന്നും അവന് കഴിക്കാൻ പറ്റില്ലായിരുന്നു. ആ സമയത്ത് മാനസികമായിട്ട് ഒരുപാട് തളർന്ന അവസ്ഥയിലായിരുന്നു ഞാൻ. കാരണം ഒരു പച്ചക്കറി പോലും മിക്ക സാധനങ്ങളും കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ മോന് അത്തരം ഒരു അവസ്ഥ ദൈവം തന്നല്ലോ എന്നോർത്ത് ഞാൻ ഒരുപാട് പ്രാർത്ഥനാലയങ്ങളിലൊക്കെ പോയിട്ട്, ഞാനൊരു ഹിന്ദു ആണ്. പക്ഷെ ഞാൻ അമ്മ മാതാവിന് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. ഞാൻ IELTS എഴുതാൻ വേണ്ടിയിട്ട് ഇവിടെ ICM ഇവിടെ തലയോലപ്പറമ്പിലാണ് പഠിച്ചത്. അപ്പോൾ അവിടുന്ന് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു, നീ 15 വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും IELTS എഴുതിയാൽ പോകാൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെ UK പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുമെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഞാൻ കിട്ടുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. പലരും പറഞ്ഞ അനുസരിച്ച് ഞാൻ ഉടമ്പടിയൊന്നും എടുത്തിരുന്നില്ല. ഇവിടെ വന്ന് ആദ്യം തന്നെ അമ്മ മാതാവിനെ കണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. ആദ്യം ഞാൻ എൻ്റെ മകൻ്റെ കാര്യമാണ് പറഞ്ഞത്. എനിക്ക് വേറെ ഒന്നും വേണ്ട, അവന് സാധാരണ കുട്ടികൾ കഴിക്കുന്ന പോലെ എല്ലാം ഒന്നും കഴിക്കാൻ പറ്റിയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ പറ്റണേ, അമ്മ അതിനെ അനുഗ്രഹിക്കണേ എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എൻ്റെ നിയോഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, പോയിട്ട് ഞാൻ IELTS എഴുതിയിട്ട് ആദ്യത്തെ അറ്റംപ്റ്റ് തന്നെ മാതാവേ, ഞാൻ വേറെ രണ്ടാമതൊന്നും എഴുതില്ല, ആദ്യത്തെ അറ്റംപ്റ്റ് തന്നെ എന്നെ പാസ്സാക്കണേ മാതാവേ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഞാൻ വന്ന് നീ ഉടമ്പടി എടുത്തോളാം മാതാവേ എന്ന് പറഞ്ഞു. അമ്മ മാതാവ് അതുപോലെ തന്നെ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ഏറ്റവും വലിയ കാര്യം, എനിക്ക് ഇംഗ്ലീഷ് ഒന്നും തന്നെ അറിയില്ല, ഒന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ എൻ്റെ 3.5 വർഷത്തെ വെറും എക്സ്പീരിയൻസ് നമ്മുടെ ഈ കേരളത്തിലെ ഹോസ്പിറ്റലിലുള്ള ഒരു കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കാസർഗോഡാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ടൊന്നും തന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കാനോ എടുക്കാനോ ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ അങ്ങനെ IELTS എഴുതാൻ ആദ്യമായിട്ട് അവിടെ ചെന്നപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയി അവിടെ ചെന്ന് ഒരു ലേഡിയായിരുന്നു, ഒരു ഓസ്ട്രേലിയ ലേഡിയായിരുന്നു. അവർ സ്പീക്കിങ്ങിൻ്റെ സമയത്ത് ഇതുപോലെ നേരത്തെ ഒരാൾ സാക്ഷ്യം പറഞ്ഞതുപോലെ അവരിൽ എനിക്കൊരു മാതാവിനെ കാണാൻ പറ്റി. ആദ്യം മുതലേ ഞാൻ പറയുന്നതിൽ ഒരുപാട് തെറ്റുകളുണ്ടായിരുന്നു. പുറത്തിറങ്ങി സ്പീക്കിംഗ് സെഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. ഞാൻ പറഞ്ഞു അത് വളരെ മോശമായിരുന്നു, കാരണം കിട്ടാൻ ഒരു ചാൻസും ഇല്ല, കിട്ടില്ല, കാരണം സ്പീക്കിംഗ് സെഷൻ എനിക്ക് ഭയങ്കര പാടായിരുന്നു എന്ന്. പുറത്തിറങ്ങിക്കഴിഞ്ഞ് 2023 ഡിസംബർ 29-ാം തീയതിയാണ് റിസൾട്ട് വന്നത്. റിസൾട്ട് വന്നപ്പം എന്നെ തന്നെ അതിശയിപ്പിച്ച രീതിയിലൊരു വലിയ സ്കോർ മാതാവ് എനിക്ക് തന്നു. അത് അമ്മ മാതാവിൻ്റെ അനുഗ്രഹം തന്നെയാണ്, അല്ലാതെ എനിക്ക് യാതൊരു കഴിവുമില്ല, അതിൽ ഒന്നും തന്നെ പറയാനറിയാത്ത എന്നെ അവിടെ വലിയ ഒരു വിജയം തന്നാണ് അമ്മ എന്നെ അനുഗ്രഹിച്ചത്. പിന്നെ എൻ്റെ മോൻ്റെ ഈ അസ്ഫിക്സിയ എന്ന് പറയുന്നത് വലിയൊരു രോഗമാണ്. കാരണം നമ്മൾ നോക്കുമ്പോൾ വേറെ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും അങ്ങനെ ഒരു രോഗം വരുന്ന അവസ്ഥ വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ഒരു ഭക്ഷണം ചോദിക്കുമ്പോൾ അത് മോൻ കഴിക്കേണ്ട മോനെ, അത് വേണ്ട. മറ്റുള്ള കുട്ടികൾ ഒരു ജ്യൂസ് കുടിക്കുമ്പോൾ, ഒരു ചോക്ലേറ്റ് തിന്നുമ്പോൾ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സാണെങ്കിലും പറയും അത് കഴിക്കേണ്ട കേട്ടോ. അപ്പോൾ ഒരു ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻ അവർ കേക്ക് കട്ട് ചെയ്യുമ്പോൾ അവരെന്നെ വിളിച്ചിട്ട് ചോദിക്കും അവന് വിഷമമുണ്ട് കേട്ടോ, അവനതൊരു കഷ്ണം കൊടുത്തോട്ടെ എന്ന്. ഞാൻ വളരെ വേദനിച്ച് പറയും വേണ്ട, കൊടുക്കേണ്ട മിസ്സേ, അവന് കൊടുത്തു കഴിഞ്ഞാൽ അവന് വയ്യാതെ വരില്ലേ, അതുകൊണ്ട് കൊടുക്കണ്ടെന്ന്. പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടില്ല, അവന് കേക്ക് കഴിക്കാം. ഇപ്പോൾ ഞാൻ ചിക്കനൊക്കെ കുറേശ്ശെ കൊടുത്തു തുടങ്ങി, അവന് കുഴപ്പമില്ല. അപ്പോൾ പക്ഷേ നേരത്തെ എല്ലാ ദിവസവും മരുന്ന് കഴിക്കണമായിരുന്നു, മരുന്നില്ലാതെ ഇൻഹേലർ വലിക്കാതെ ഒരു ദിവസം പോലും മുമ്പോട്ട് പോവില്ലായിരുന്നു. ആ സ്ഥാനത്ത് ഇപ്പോൾ എല്ലാ ഭക്ഷണവും എൻ്റെ മകന് കഴിക്കാൻ പറ്റും. അമ്മ മാതാവ് എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് ഞാനതിനെ കണക്കാക്കുന്നത്.
ഒരു ഹിന്ദുവായിട്ട് കൂടി അമ്മ എന്നെ ഒരുപാട് അനുഗ്രഹിച്ചതിൽ 1 കോടി നന്ദി ഞാൻ അമ്മയ്ക്ക് പറയുന്നു. പിന്നെ എൻ്റെ അമ്മയാണിത്. എൻ്റെ ബ്രദറ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഓഫ് പ്രൈം മിനിസ്റ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവന് ഈ കഴിഞ്ഞ ദിവസം അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും പറയും നീ പ്രാർത്ഥിച്ച മാതാവ് കേൾക്കും, അതുകൊണ്ട് അവരുടെ ഒരു വിശ്വാസമാണത്. ഞാൻ അങ്ങനെയാണ്. എന്നെ ആരറിയുന്നവരാണെങ്കിലും അറിയാത്തവരാണെങ്കിലും കണ്ടാൽ ഞാൻ അവരോടൊക്കെ പറയും, മാതാവിനെ നിങ്ങൾ പ്രാർത്ഥിക്കും, നിങ്ങൾക്ക് വേണ്ടതെല്ലാം അമ്മ തരും. കാരണം നടക്കാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങളും അമ്മ സാധിച്ചു തരും. നിങ്ങൾ എന്താണ് നടക്കില്ല എന്ന് വിചാരിക്കുന്നത് അത് തീർച്ചയായിട്ടും നടത്തി തരും അമ്മ. എന്ത് കാര്യമാണ് നമ്മൾ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നത്, അത് അമ്മ തീർച്ചയായിട്ടും സാധിച്ചു തരും. അതുകൊണ്ട് നിങ്ങൾക്ക് ആരായാലും എന്ത് കാര്യമാണെങ്കിലും ഒന്നും നോക്കണ്ട, അവിടെ വന്നും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കും, നിങ്ങൾക്ക് അമ്മ വേണ്ടതെല്ലാം തരുമെന്നാണ് ഞാൻ എല്ലാവരോടും പറയാറുള്ളത്. അമ്മ അങ്ങനെ എൻ്റെ അമ്മ എന്നെ വിളിച്ചു പറഞ്ഞു, മോളെ ഇങ്ങനെ എൻ്റെ ബ്രദർ അങ്ങോട്ട് ജമ്മു കാശ്മീരിൽ യുദ്ധം നടക്കുവാണല്ലോ, അങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. അവർ 10 പേരാണ് അവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ 10 പേര് അവിടെ എത്തിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മയ്ക്ക് മനസ്സ് ചങ്ക് പൊട്ടിപ്പോയി. കാരണം യുദ്ധമല്ലേ, കൂടെയുള്ളവർക്കൊക്കെ പല കുഴപ്പങ്ങളും സംഭവിക്കുമ്പോൾ അമ്മ എന്ന നിലയ്ക്ക് അമ്മയ്ക്ക് വലിയ വിഷമമായിരുന്നു. അമ്മ എന്നെ വിളിച്ച് പറഞ്ഞു, എത്രയും പെട്ടെന്ന് നീ പോയി മാതാവിനോട്, ഞാനവിടെ കറി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്മ എന്നോട് അങ്ങനെ പറഞ്ഞത്, നീ അതൊന്നും ചെയ്യേണ്ട, വേഗം നീ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ള പോലെ മാതാവിനോട് വേഗം പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ഞാൻ വേഗം തന്നെ പോയി നീലത്തിരിയും പച്ചത്തിരിയും ഒരേപോലെ കത്തിച്ച് വെച്ച് നല്ലപോലെ മാതാവിനോട് പ്രാർത്ഥിച്ചു. എൻ്റെ ബ്രദറിന് ജയനെന്നാണ് അവൻ്റെ പേര്. എത്രയും പെട്ടെന്ന് അവിടുന്ന് ബുധനാഴ്ചയാണ് ഞാൻ ഡേറ്റ് ഇട്ട്, കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത്. ബുധനാഴ്ചയ്ക്ക് മുമ്പ് എത്രയും പെട്ടെന്ന് അവൻ അവിടുന്ന് തിരിച്ച് ഡൽഹിയിലേക്ക് തന്നെ, ജോലിസ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകണേ എന്ന് പറയണേ എന്ന് എൻ്റെ മാതാവേ അമ്മ അതിനെ അനുഗ്രഹിക്കണേ എന്ന് മനസ്സ് നൊന്ത് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവൻ തന്നെ അമ്മേനെ വിളിച്ച് പറഞ്ഞു, ഞങ്ങളിപ്പോൾ ജോലിസ്ഥലത്തേക്ക് തിരിച്ചു വന്നിട്ടുണ്ടമ്മേ, അവിടെ യുദ്ധമൊക്കെ നിർത്തിയെന്ന്. അതെൻ്റെ വലിയൊരു സാക്ഷ്യമാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച, അതായത് ബുധനാഴ്ചയാണ് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതെങ്കിലും ചൊവ്വാഴ്ച തന്നെ അവനെ തിരിച്ച് ജോലിസ്ഥലത്തേക്ക് പോകാൻ പറ്റി. പിന്നെ എൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മോള് നല്ല മാർക്കോട് കൂടി തന്നെ 10th പാസ്സായി. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാനിവിടെ വന്നപ്പോഴത്തേനും ഉടമ്പടി പുതുക്കാൻ വന്നിരുന്നു. അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു, ഇത് ഞാൻ സാക്ഷിയൊക്കെ എഴുതി കൊടുത്തു. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞത് കയറി പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ ഈ റിസൾട്ടിൻ്റെയും കൂടെ കാര്യം കൂടി കേട്ടിട്ട് മൊത്തം പറയാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ആഴ്ചത്തേക്ക് മാറ്റിയത്. പിന്നെ ഞാൻ ഇവിടുന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ഓർഫനേജ് ഉണ്ട്. അവിടെ മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് അവിടെ താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി അവരൊരു 30 പേരാണുള്ളത്. അവർക്ക് ഫുഡ് ഐറ്റംസൊക്കെ എത്തിച്ചു കൊടുക്കാൻ ഞാൻ സഹായിക്കാറുണ്ട്. പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുക്കാറുണ്ട്. എല്ലാവർക്കും ഇവിടുന്ന് കിട്ടുന്ന പത്രം വിശ്വാസ പ്രമാണം ചൊല്ലി തന്നെ, ഒരു ഹിന്ദു ആണെങ്കിലും ഞാനത് ഓരോ പേപ്പറുകൾ കൊടുക്കുമ്പോഴും അതിലെല്ലാം വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ച് തൈലം പൂശി നന്നായി പ്രാർത്ഥിച്ചാണ് കൊടുക്കുന്നത്. കാരണം ഇത് കിട്ടുന്ന ഓരോരുത്തർക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ നൽകണേ, അമ്മയെ മഹത്വപ്പെടുത്താൻ അവർക്കും മനസ്സ് തോന്നിക്കണേ അമ്മേ എന്ന് കരുതി പ്രാർത്ഥിച്ചാണ് എല്ലാവർക്കും കൊടുക്കാറുള്ളത്. പലരും വാങ്ങിക്കാതിരുന്നിട്ടുണ്ട്. ഞാൻ തന്നെ ഒരു ഹിന്ദു ഒരു വീട്ടിൽ കൊണ്ട് കൊടുത്തപ്പോൾ അവരെന്നെ ഒരുപാട് ചീത്ത പറയുകയോ വഴക്കിടുകയൊക്കെ ചെയ്തു. നീ ഒരു ഹിന്ദു ആയിട്ട് എന്തിനാ ഇതും കൊണ്ടിങ്ങനെ നടക്കുന്നതെന്നൊക്കെ ചോദിച്ചു എന്നെ ഒരുപാട് വിഷമിപ്പിച്ചു അവർ. എന്നാലും ഞാൻ അവർക്ക് വേണ്ടി, പണ്ടൊക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു പറയുന്നതിനപ്പോൾ ഞാൻ തിരിച്ചു പറയുമായിരുന്നു. പക്ഷേ അവിടെ വെച്ച് എനിക്കൊന്നും പറയാൻ തോന്നിയില്ല. ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു, അമ്മേ അവരെ അനുഗ്രഹിക്കണേ അമ്മേ, അവർക്കും ഇതുപോലെയുള്ള അനുഗ്രഹങ്ങൾ നൽകി അമ്മ അനുഗ്രഹിക്കുമ്പോൾ ഇന്ന് തന്നെ അവരെ അനുഗ്രഹിക്കണേ. അവരുടെ വീട്ടിലൊരു, ഞാനങ്ങനെ പറയാൻ കാര്യം, ഒരു വീൽ ചെയറിലിരിക്കുന്ന ഒരു കുഞ്ഞിനെ അവിടെ കണ്ടു ഞാൻ. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കൃപാസനത്തിൽ പോയി ഒത്തിരി നാളായി, ജന്മനാ ഇങ്ങനെ ഇരിക്കുന്നതാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ജന്മനയല്ല, എന്തൊക്കെ അസുഖങ്ങളുണ്ടെങ്കിലും മാതാവിനത് മാറ്റിത്തരാൻ പറ്റുമോ? അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, കൃപാസനത്തിൽ പോയിട്ട് അവിടെ ചെന്ന് ഉടമ്പടി എടുത്താൽ മതിയെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞതിനാണ് അവരെന്നെ ഒരുപാട് ചീത്ത വിളിച്ചു.
വഴക്ക് പറഞ്ഞു. അതൊക്കെ കേട്ടിട്ട് ഞാൻ അവരോട് പറഞ്ഞു, സാരമില്ല ചേച്ചിക്ക് പോകാൻ പറ്റുമെങ്കിൽ പോയാൽ നിങ്ങളെ ഒരുപാട് അനുഗ്രഹിക്കും. ഇനിയിപ്പം നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും ഇവന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. ഇന്ന് വരെ അവനെ കണ്ട് അവൻ്റെ പേര് ഞാൻ ചോദിച്ചു. ആ കൊച്ചിൻ്റെ പേര് ഋഗ്വേദം എന്നാണ്. അവനെ കണ്ട അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ മോനെയാണ് ഞാൻ അവനിലൂടെ കണ്ടത്, അതുകൊണ്ട് അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അമ്മ അവനെ അനുഗ്രഹിച്ച് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് എനിക്ക് സാക്ഷ്യപ്പെടുത്താനുള്ളത്. ഇവിടെ നിന്ന് കിട്ടിയ ഉപ്പും തേനും ഞാൻ വരുമ്പോൾ ഒരുപാട് വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട്. അപ്പം എൻ്റെ ഹസ്ബൻഡ് ചോദിക്കും, ഇടയ്ക്ക് പോവില്ലേ പിന്നെ എന്താന്ന്. അത് പക്ഷേ എൻ്റെ വീട്ടിൽ ഇച്ചിരി എങ്കിലും കുറഞ്ഞു പോയാൽ എനിക്ക് വലിയ വിഷമമാണ്. അതുകൊണ്ട് ഞാൻ പോകുമ്പോൾ എല്ലാം വാങ്ങിക്കും. അതെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഇപ്പം എൻ്റെ മകൻ മരുന്ന് കഴിക്കാതെയാണ് ജീവിക്കുന്നത്. അത് തന്നെ അമ്മ മാതാവിൻ്റെ വലിയ അനുഗ്രഹമാണ്. അമ്മ മാതാവിന് ഈശോയ്ക്ക് 1 കോടി നന്ദി പറഞ്ഞ് ഞാൻ സാക്ഷിയോടെ നിർത്തുന്നു. ഇനിയും ഒരുപാട് സാക്ഷ്യം പറയാൻ അമ്മ മാതാവ് എന്നെ അനുഗ്രഹിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ തിരുസന്നിധിയിൽ ഇങ്ങനെ സാക്ഷ്യം പറയാൻ ഒരു അവസരം തന്നതിന് കോടാനുകൂടി നന്ദി. എൻ്റെ പേര് ബിജി. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കുന്നത് നവംബർ 11, 2013 ആദ്യം തന്നെ ഞാൻ കൃപാസനത്തിനെ പറ്റി അറിയുന്നത് കോട്ടയത്തെ അന്തോണീസ് പുണ്യാളുടെ പള്ളിയിൽ ഞാൻ ചൊവ്വാഴ്ച പോകുമായിരുന്നു. കൃപാസനം പത്രം എനിക്ക് അവിടെ നിന്ന് ലഭിക്കുമെങ്കിലും ഞാനത് വായിച്ചു നോക്കുകയോ ഒന്നും തന്നെ ചെയ്യില്ലായിരുന്നു. ടേബിളിൽ കൊണ്ടുവന്ന് വെറുതെ വെക്കുമായിരുന്നു. എൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു ടീച്ചറാണ് ചോദിച്ചത്, ബിജി എന്താണ് അതെടുത്ത് വായിക്കാത്തത്? അങ്ങനെയാണ് കൃപാസനത്തിനെ പറ്റി മാം എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരികയും അപ്പോൾ തന്നെ ഞാൻ ആ പത്രം എടുത്ത് വായിക്കുകയും അന്ന് മുതൽ തന്നെ മാതാവിനോട് കൂടുതൽ പ്രാർത്ഥിക്കുകയും മാതാവിനോട് കൂടുതൽ അടുക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു. ആ സമയം ഞാൻ പ്രഗ്നൻ്റ് ആയത് കാരണം കൃപാസനത്തിൽ വരുവാനോ ഒന്നും തന്നെ എനിക്ക് സാധ്യമായിരുന്നില്ല. എൻ്റെ ഹസ്ബൻഡ് വരുന്നതിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു പോയി. അപ്രതീക്ഷിതമായി എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി നഷ്ടപ്പെട്ട് അദ്ദേഹം നാട്ടിൽ വന്നു. അങ്ങനെയാണ് നവംബറിൽ ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ഉടമ്പടി 3 മാസം ഉടമ്പടി എടുക്കുക, ഉടമ്പടിയിൽ 3 മാസം ജീവിക്കുക എന്നതല്ലാതെ വേറെ ലക്ഷ്യമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഞാനിവിടെ വന്നു. അന്ന് എനിക്ക് ചെറിയ മോനായിരുന്നു, എൻ്റെ മോന് 6 മാസമായിരുന്നു. വന്ന ഉടനെ എങ്ങനെയെങ്കിലും ഉടമ്പടി എടുത്ത് പോകണം, എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണം എന്നുള്ള ലക്ഷ്യത്തിലായിരുന്നു ഞാൻ ഇവിടെ വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ വിചാരിച്ച പോലെയൊന്നും ആയിരുന്നില്ല. എത്രയും പെട്ടെന്ന് പോകണമെന്ന് വിചാരിച്ച് ഞാൻ എത്ര വൈകിയാണോ പോയത് അത്രയും വൈകിയാണ് അന്ന് ഇവിടെ നിന്ന് പോയത്. അന്ന് പോയെങ്കിലും ഞാൻ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥന ചെയ്യുമായിരുന്നു, ബൈബിൾ വായിക്കുമായിരുന്നു, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുമായിരുന്നു. പക്ഷേ അപ്പോഴൊന്നും അത്ര സീരിയസ് ആയിട്ടായിരുന്നില്ല, അല്ലെങ്കിൽ മാതാവ് എത്രത്തോളം വലുതാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഓരോ ദിവസം കഴിഞ്ഞ് പോകും തോറും മാതാവിനോടുള്ള അടുപ്പം കൂടി വരുമായിരുന്നു. ഞങ്ങളുടെ നിയോഗങ്ങളൊന്നും സാധിച്ചില്ല. ഹസ്ബൻഡിന് ഇൻ്റർവ്യൂ എല്ലാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പുള്ളിക്ക് എല്ലാ ജോലിയും കിട്ടുന്നുണ്ടെങ്കിലും ഒന്നും പോകാൻ സമയമാകുമ്പോൾ അദ്ദേഹത്തിന് പോകാൻ സാധിച്ചിരുന്നില്ല. എന്തെങ്കിലും ഒരു തടസ്സമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ നിയോഗങ്ങളൊന്നും സാധിച്ചില്ലെങ്കിലും ഞങ്ങൾ കൃത്യമായി പ്രാർത്ഥനകളെല്ലാം ചെയ്യുമായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനം, കാരുണ്യ പ്രവർത്തനം, ബൈബിൾ വായന, ഉപവാസ പ്രാർത്ഥന, എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുമായിരുന്നു. അതിനിടയിൽ നിയോഗത്തിൽ വെച്ചിട്ടില്ലാത്ത 2 കാര്യങ്ങൾ. ഉടമ്പടി തൈലത്തിൻ്റെ ഉപയോഗം മൂലം എൻ്റെ കൊച്ചിച്ചൻ്റെ ശരീരത്തിന് മുകളിലൂടെ വലിയൊരു പൈപ്പ് വീഴുകയും അദ്ദേഹത്തിൻ്റെ നടു ഒടിയുകയും ബെഡ് റെസ്റ്റ് ആവുകയും ചെയ്തു. മിനിമം 3 മാസമെങ്കിലും എടുക്കും എഴുന്നേറ്റ് നടക്കാൻ. എഴുന്നേറ്റ് നടന്നാലും പണ്ടത്തെ പോലെ വണ്ടി ഓടിക്കാനോ ജോലി ചെയ്യുവാനോ സാധിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി. ഉടമ്പടി തൈലം അദ്ദേഹത്തിൻ്റെ നടുവിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൊണ്ട് തൂത്ത് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. 2 ദിവസത്തിനുള്ളിൽ അദ്ദേഹം എന്നെ വിളിച്ച് പറയാണ്, മോളെ എന്നോട് ആരോ പറയുന്നു മെല്ലെ എഴുന്നേക്കാൻ ശ്രമിക്കുക, മെല്ലെ എഴുന്നേക്കാൻ ശ്രമിക്കുക. 2 ദിവസത്തിനുള്ളിൽ അദ്ദേഹം എഴുന്നേറ്റിരിക്കുകയും വിത്തിൻ 1 മന്ത് അദ്ദേഹം എണീറ്റ് നടക്കുകയും വണ്ടി ഓടിക്കുകയും ജോലിക്ക് പോവുകയും ചെയ്തിരുന്നു. ഇതാണ് എൻ്റെ കുടുംബത്തിൽ നിയോഗത്തിൽ വെച്ചിട്ടില്ലാത്തൊരു സാക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ എൻ്റെ കസിൻ പ്രഗ്നൻ്റ് ആയിരുന്നു. പ്രഗ്നൻസി സ്റ്റാർട്ടിങ്ങിൽ തന്നെ സ്കാനിങ്ങിൽ കുഞ്ഞിനേക്കാൾ വലിയൊരു മുഴയായിരുന്നു യൂട്രസിലുള്ളത്. അപ്പം എത്രത്തോളം ഈ പ്രഗ്നൻസി കെയർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, നോക്കാമെന്ന് പറഞ്ഞു. ഓരോ സ്കാനിങ്ങിലും ഈ മുഴ വളർന്നുകൊണ്ടേയിരുന്നു. ഏറ്റവും അവസാനം സിസേറിയനിലൂടെ കുഞ്ഞിനെ പുറത്തെടുക്കാം എന്നുള്ളത് പറഞ്ഞു. പക്ഷേ എത്രത്തോളം സേഫ് ആണെന്നോ ഒന്നും പറഞ്ഞില്ല. മുഴ വളർന്ന് 11 സെൻറ്റിമീറ്ററായി. ഞാൻ അവളുടെ വീട്ടിൽ പോകുന്ന സമയത്തെല്ലാം തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും ബാക്കി എല്ലാ ദിവസം എൻ്റെ വയറ്റിൽ തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, അവസാനത്തെ സ്കാൻ എടുത്ത സമയത്ത് ഡോക്ടർ പറഞ്ഞു ഒന്നും മനസ്സിലാകുന്നില്ല,
എന്തോ ഒരു മിറക്കിൾ നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒന്നുകൂടി സ്കാൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഒന്നുകൂടി സ്കാൻ ചെയ്തു. മുഴയുടെ ഒരു അംശം പോലും യൂട്രസിൽ ഉണ്ടായിരുന്നില്ല. സിസേറിയനിലൂടെ നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ നമുക്ക് ലഭിക്കുകയും ചെയ്തു. അതുപോലെ അടുത്ത തൈലം പുരട്ടിയുള്ളൊരു സാക്ഷ്യമെന്ന് പറയുന്നത് എൻ്റെ തന്നെയാണ്. എൻ്റെ മുഖത്തൊരു കറുത്ത കുരു പോലെ വരികയും അത് സ്പ്രെഡ് ആവുകയും ചെയ്തു. മൂക്കിലും കണ്ണിലും പുരുകത്തും അങ്ങനെ എൻ്റെ മുഖത്ത് അവിടെ ഇവിടെയായി വന്നു. എനിക്ക് ടെൻഷനായി. കാണുന്നവരെല്ലാം ചോദിക്കുന്നു, ഇതെന്താണ്. ശരീരത്തിൻ്റെ ഏറെ ഏതെങ്കിലും ഭാഗത്തായിരുന്നെങ്കിൽ നമുക്ക് അത്രയും ടെൻഷൻ അടിക്കേണ്ട ആരും കാണില്ലല്ലോ. ഞാൻ 2 ഹോസ്പിറ്റലിൽ പോയി. ഒരു ഹോസ്പിറ്റലിൽ പോയി ഓയിൽമെൻ്റ് എല്ലാം തന്നു. അതൊന്നും തേച്ചിട്ട് എനിക്ക് ഒരു ഫലവും ഉണ്ടായിരുന്നില്ല. വേറെ ഹോസ്പിറ്റലിൽ പോയി ഇതേ സെയിം മെത്തേഡ്. ഞാൻ 2 ദിവസം അത് തേച്ചതിന് ശേഷം അതങ്ങ് നിർത്തിവെച്ചു. വൈകുന്നേരം പ്രാർത്ഥന കഴിയുമ്പോൾ ഇവിടുത്തെ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചു. വിത്തിൻ 2 വീക്സ് അതിൻ്റെ ഒരു പാട് പോലും ഇല്ലാതെ അതിൽ നിന്ന് സുഖം പ്രാപിക്കാൻ എനിക്ക് കഴിഞ്ഞു. അതുപോലെ ഹസ്ബൻഡ് ഇൻ്റർവ്യൂവിനെല്ലാം പോയി പുള്ളി മടുത്തു. മാനസികമായി പുള്ളി എന്തുകൊണ്ടാണ് എനിക്ക് മാതാവ് ജോലി തരാത്തത്, നമ്മളെല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ടും എന്തുകൊണ്ട് മാതാവ് ജോലി തരുന്നില്ല? അപ്പോഴെല്ലാം ഞാൻ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു, മാതാവ് കൃത്യമായ സമയമാകുമ്പോൾ നമുക്കത് തരുമെന്ന്. ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ, ഇൻ്റർവ്യൂ പോലും ഇല്ലാതെ അദ്ദേഹത്തിന് വിദേശത്തൊരു ജോലി ലഭിക്കുകയും ഫെബ്രുവരിയിൽ അദ്ദേഹം വിദേശത്തേക്ക് കയറിപ്പോവുകയും ചെയ്യും. ഞങ്ങളിവിടെ സാക്ഷ്യം പറയാൻ വന്നായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് തിരിച്ച് ബാങ്കിൻ്റെ സമയത്തിന് മുന്നേ നാട്ടിൽ എത്തുന്നൊരാവശ്യമുള്ളത് കൊണ്ട് അന്നേരം ഇവിടെ സാക്ഷ്യം പറയാൻ സാധിച്ചില്ല. ഇനിയൊരു സാക്ഷ്യം എന്ന് പറയുന്നത് 10 ലക്ഷത്തിൻ്റെ ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. 6-7 മാസത്തെ അടവ് മുടങ്ങിയത് മൂലം ജപ്തി നോട്ടീസായിട്ട് വന്നായിരുന്നു. ആ സമയം ഒരു ഉപാധിയില്ലാതെ എന്ത് ചെയ്യും? എനിക്ക് ജോലിയില്ല, ഹസ്ബൻഡ് ജോലിയില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഞാനിവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ കാശ് രൂപം തന്നു. അത് നിങ്ങളുടെ ജപ്തി വസ്തുവിൽ കുഴിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കുഴിച്ച് ഉപ്പ് വിതറി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾ പ്രതീക്ഷിക്കാതെ കുറച്ച് പൈസ ശരിയായി കിട്ടുകയും ഞങ്ങൾക്ക് ജപ്തിയിൽ നിന്ന് ഒഴിവാകാൻ സാധിക്കുകയും ചെയ്തു. ഇനിയൊരു സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാനൊരു പ്രൈവറ്റ് സ്കൂൾ ടീച്ചറാണ്. എല്ലാവർക്കും അറിയാം പ്രൈവറ്റ് സ്കൂളിലെ ഒരു മെൻ്റൽ പ്രഷറും അല്ലെങ്കിൽ അവിടുത്തെ സാലറിയും എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, നല്ലൊരു സാലറിയുള്ളൊരു ജോലി അല്ലെങ്കിൽ മെൻ്റൽ പ്രഷർ കുറഞ്ഞൊരു ജോലി കിട്ടണേ എന്ന്. നമ്മുടെ തന്നെ PSC നിലവാരമുള്ളൊരു സ്കൂളിൽ ഈ അടുത്ത് നോട്ടിഫിക്കേഷൻ വരികയും ഞാൻ അവിടെ അപ്ലൈ ചെയ്യുകയും ചെയ്തു. ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണ് അപ്ലൈ ചെയ്തു. എക്സാം ഡേറ്റ് വന്നു. എക്സാം അറ്റൻഡ് ചെയ്തു. മാതാവിൻ്റെ കാശ് രൂപവും മാതാവിൻ്റെ ഉപ്പും വിതറിയാണ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തത്. അത്ഭുതമെന്ന് പറയട്ടെ, ഞാൻ റാങ്ക് ലിസ്റ്റിൽ വന്നു. റാങ്ക് ലിസ്റ്റിൽ വന്നതിന് ശേഷം ഞാനിവിടെ ഇൻ്റർവ്യൂ കോൾ ലെറ്റർ വന്ന സമയത്ത് ഇൻ്റർവ്യൂവും കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് ഇട്ടതിന് ശേഷമാണ് അവർ ആ പോസ്റ്റിൽ അപ്പോയിൻമെൻ്റ് ഓർഡർ 2 പേർക്കേ കൊടുക്കുകയുള്ളൂ. ഞാനിവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ കാശ് രൂപം തന്നു. ആ കാശ് രൂപം കൊണ്ടുപോയി അത് വെച്ച് പ്രിപ്പയർ ചെയ്തു. പക്ഷേ അപ്പോഴും എനിക്ക് ടെൻഷനായിരുന്നു. എനിക്കിത് കിട്ടാനുള്ള കഴിവുണ്ടോ എന്നുള്ളതായിരുന്നു. മാതാവ് എൻ്റെ കൂടെയുണ്ട്, പക്ഷേ ഇതെനിക്ക് കിട്ടുമോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു. എന്ത് പഠിക്കും, എവിടെ നിന്ന് പഠിക്കും, എങ്ങനെ പഠിക്കുമെന്ന് എനിക്കറിയില്ല. വലിയൊരു ഇൻ്റർവ്യൂ ബോർഡാണ്. സബ്ജക്റ്റ് എക്സ്പേർട്ട് എന്തായാലും കാണും. പല ക്വസ്റ്റ്യൻസ് വരും. എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എവിടെ നിന്ന് തുടങ്ങണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനിങ്ങനെ ദൈവമേ ഞാൻ എന്താ പഠിക്കേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. അതോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്തു. എൻ്റെ മനസ്സിൽ 2-3 ടോപ്പിക്കുകൾ വന്നു. ഞാൻ അത് മാത്രം നോക്കി. അത്ഭുതമെന്ന് പറയട്ടെ, ഇൻ്റർവ്യൂ സമയത്ത് അച്ഛൻ തന്ന കാശ് രൂപവും ഇവിടുത്തെ കാശ് രൂപവും ഉടമ്പടി കാശ് രൂപവും ഉപ്പും എല്ലാം കൊണ്ടാണ് ഞാൻ പോയത്. എന്നോട് എന്താണോ മനസ്സിൽ തോന്നിയ ടോപ്പിക്ക് അതിൽ നിന്ന് മാത്രമായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചത്. അല്ലാതെ 2 ക്വസ്റ്റ്യൻ ചോദിച്ചതും എനിക്ക് വളരെ മനോഹരമായി അറ്റൻഡ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടും എനിക്ക് ടെൻഷനായിരുന്നു. ദൈവമേ കിട്ടുമോ എന്നുള്ള ടെൻഷൻ എനിക്ക് നല്ല രീതിയിലുണ്ടായിരുന്നു. ഈസ്റ്ററിൻ്റെ ആ സമയമായപ്പം ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, ഈശോയെ, ഈസ്റ്റർ എന്ന് പറയുന്നത് പ്രത്യാശയുടെയും ഉയർപ്പിൻ്റെയും ദിവസമാണല്ലോ. മാതാവേ, ഈ സമയം തന്നെ നീ എന്തെങ്കിലും ഒരു പ്രത്യാശ എനിക്ക് തരണമേ എന്ന് ഞാൻ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, പെസഹ വ്യാഴത്തിൻ്റെ രാവിലെ ഇൻ്റർവ്യൂ മെയിൽ ത്രൂ അപ്പോയിൻമെൻറ്റ് ഓർഡർ എനിക്ക് ലഭിച്ചു. ആ ജോലി എനിക്ക് പെർമനൻ്റ് ആയിട്ട് കിട്ടിയിരിക്കുകയാണ്. 2 years പ്രൊബേഷൻ പീരീഡാണ്. ആ പീരീഡ് നല്ല രീതിയിൽ ആ സ്കൂളിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞ് ചെയ്യുന്നത് ഇവിടെ വരുമ്പോഴേക്കും 2, 3, 4, 5 കെട്ടും പത്രം വാങ്ങി ഞങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു. ബസ് സ്റ്റാൻഡിലും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും ഒക്കെ ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അതുകൂടാതെ പല പ്രാവശ്യവും മാതാവിൻ്റെ കുരിശടിയിൽ നിന്ന് ഞങ്ങൾക്ക് പത്രങ്ങൾ കിട്ടുമായിരുന്നു. അതും ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി കൊണ്ട് വിതരണം ചെയ്യുമായിരുന്നു. കാരുണ്യ പ്രവൃത്തി എന്ന് വചനങ്ങൾ എഴുതി കൊടുക്കുമായിരുന്നു. അതുപോലെ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ എല്ലാം ഞാൻ കാണും. ഓരോ സാക്ഷ്യങ്ങൾ കണ്ട് എൻ്റെ ഉടമ്പടി നിലവാരം ഞാൻ വിലയിരുത്തിയതിന് ശേഷം എൻ്റെ ഉടമ്പടിയിൽ എന്താണ് കുറവ്, എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ഞാൻ വിലയിരുത്തിയതിന് ശേഷം അതെല്ലാം ഞാൻ മികച്ചതായി ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. പത്രത്തിൽ വചനങ്ങളെല്ലാം എഴുതി കൊണ്ട് കൊടുക്കുമായിരുന്നു. പത്രം കൊടുക്കുമ്പോൾ കൃപാസനത്തിനെ പറ്റി അറിയാത്തവർക്ക് അത് വളരെ മാതാവിനെ പറ്റിയും മാതാവിൻ്റെ അത്ഭുതത്തെ പറ്റിയും ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കുമായിരുന്നു. കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ദിവസം ആഹാരം ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുമായിരുന്നു. തെരുവുകളിൽ ഭക്ഷണം കിട്ടാതിരിക്കുന്നവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കും. ചെറിയ കുട്ടികളുടെ അനാഥാലയങ്ങളിൽ ഞങ്ങൾക്ക് അവർക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുമായിരുന്നു. ബൈബിൾ വായിക്കുമായിരുന്നു. എന്ന് രാവിലെ ഇവിടുത്തെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കേട്ട് അത് ഷെയർ ചെയ്തുകൊണ്ടാണ്, സ്റ്റാറ്റസ് ഇട്ടുകൊണ്ടാണ് എൻ്റെ ഓരോ ദിവസവും തുടങ്ങുന്നത്. സാക്ഷ്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുമായിരുന്നു, സ്റ്റാറ്റസ് ഇടുമായിരുന്നു. ധ്യാനങ്ങളെല്ലാം കൃത്യമായി കൂടും. ഏറ്റവും കൂടുതൽ ഫോണിൽ റീൽസും ഇൻസ്റ്റാഗ്രാമും ഓടിച്ചുകൊണ്ടിരുന്ന ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ സമയം ഫോണിൽ സ്പെൻഡ് ചെയ്യുന്നത് മാതാവിൻ്റെ വചനങ്ങളെ പറ്റിയും അല്ലെങ്കിൽ സാക്ഷ്യങ്ങളെ പറ്റിയും അല്ലെങ്കിൽ ഇവിടുത്തെ ഓരോ പ്രാർത്ഥനകളെ പറ്റിയുമാണ്. ഇപ്പം ഇതെൻ്റെ 5ാമത്തെ ഉടമ്പടിയാണ്. ഈ 3 മാസം ഉടമ്പടി എടുത്ത് ഇത് നിർത്തണമെന്ന് വിചാരിച്ച ഞാൻ ഇന്ന് 5ാമത്തെ ഉടമ്പടിയിൽ നിൽക്കുന്നു. ഒരു നിമിഷം പോലും മാതാവിനെ പറ്റി ചിന്തിക്കാതെ ജീവിക്കാൻ ഇന്ന് എനിക്ക് പറ്റില്ല. മാതാവിനോട് കൂടുതൽ അടുക്കാനും തീക്ഷ്ണമായി പ്രാർത്ഥിക്കുവാനും എനിക്ക് സാധിക്കുന്നുണ്ട്. മാതാവിൻ്റെ സാന്നിധ്യം പല പ്രാവശ്യം എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. മെഴുകുതിരിയിലായാലും സുഗന്ധത്തിലായാലും. അതുപോലെ ഞാൻ എവിടെ പോകുന്നു ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, മാതാവ് എവിടെ പോയാലും മാതാവിനെ അറിയുന്ന ഒരാളെ എനിക്ക് കാണാൻ പറ്റണേ. ഈ നിമിഷം വരെയും എവിടെ പോകുന്നു മാതാവിനെ അറിയുന്ന ഒന്നല്ല ഒരുപാട് പേരെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു.